ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ടീച്ച് ഗാലറി. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ കാറ്ററ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആസ് എ ടീച്ചർ എന്ന നിലയിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട മെയിൻ എക്സാമാണ് കാറ്ററ്റ്. 1, 2, 3, 4 ഈ 4 കാറ്റഗറിയിലും നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഏതാണെന്നറിയോ? സൈക്കോളജി. സൈക്കോളജിയാണ് നമ്മളിന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ സൈക്കോളജിയിലെ പിതാവിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഫാദർ ഓഫ് സൈക്കോളജി. ഹു ഇസ് ദ ഫാദർ ഓഫ് സൈക്കോളജി? ആരാണ് സൈക്കോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്? വില്യം വൂണ്ടാണ്. അദ്ദേഹം തന്നെയാണ് ഘടനാവാദത്തിൻ്റെയും പിതാവ്. അപ്പോൾ 2 ചോദ്യം നമ്മൾ പഠിച്ചു. സ്ട്രക്ചറലിസത്തിൻ്റെ പിതാവ്, അതുപോലെ ഫാദർ ഓഫ് സൈക്കോളജി. സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം വൂണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാം, അപ്പോൾ ആരായിരിക്കും മോഡേൺ സൈക്കോളജിയുടെ പിതാവ്? വേറെ ആരുമല്ല. മോഡേൺ സൈക്കോളജിയുടെ പിതാവ് നമ്മളുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഓക്കെ, ഇദ്ദേഹം തന്നെയാണ് സൈക്കോ അനലിറ്റിക് അപ്രോച്ച് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ക്വസ്റ്റ്യൻ പഠിച്ചു കേട്ടോ. ഇനി അടുത്ത സെക്ഷൻ ഫങ്ഷണലിസം, ധർമ്മവാദം. വില്യം ജെയിംസിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഓക്കെ, ഫങ്ഷണലിസം ഈസ് ഈക്വൽ ടു വില്യം ജെയിംസ്. അപ്പോൾ നമ്മൾ ഓരോ സെക്ഷൻ എഴുതുക, അത് ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്, ഓതറിൻ്റെ പേര് എഴുതുക, സൈക്കോളജിസ്റ്റിൻ്റെ പേര് എഴുതുക, അവരുടെ കോൺട്രിബ്യൂഷൻസ് എഴുതുക. അങ്ങനെ 1 by 1 ആയിട്ട് നമുക്ക് പഠിച്ചു പോവാം. ഇനി അടുത്തതാണ് ബിഹേവിയറിസം. ബിഹേവിയറിസം കൊണ്ടുവന്നത് ആരാണ്? JB വാട്സൺ. ഓക്കെ, ഇനി സ്ട്രക്ചറലിസം ഈസ് ഓൾസോ നോൺ ആസ് കോഗ്നേറ്റീവ് കൺസ്ട്രക്റ്റിവിസം. ജ്ഞാനനിർമ്മിതിവാദം, അതിൻ്റെ മറ്റൊരു പേരാണ് കോഗ്നേറ്റീവ് കൺസ്ട്രക്റ്റിവിസം. അത് പിയാഷയുടെ കോൺട്രിബ്യൂഷനാണ് കേട്ടോ. ഇനി സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആൾക്കാരാണ് വൈഗോട്സ്ക്യൂ, ബ്രൂണറൊക്കെ. അതുപോലെ നമ്മളുടെ സൈക്കോ അനലിറ്റിക് അപ്രോച്ച് നമ്മൾ പറഞ്ഞു, സിഗ്മണ്ട് ഫ്രോയിഡ്. ഇനി പ്രതിരോധ തന്ത്രം, ഒരു ഡിഫൻസ് മെക്കാനിസം കൊണ്ടുവന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ പേര് എഴുതുക, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ്. നമ്മൾ മോഡേൺ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു, സൈക്കോ അനലിറ്റിക് അപ്രോച്ച് കൊണ്ടുവന്നു. അപ്പോൾ ഓരോ കാര്യങ്ങളും 1 by 1 ആയിട്ട് എഴുതി പഠിക്കുക. ഇനി ഫാദർ ഓഫ് അനലിറ്റിക് സൈക്കോളജി, വിശകലന മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കാൾ ജംഗാണ്. ഓക്കെ, ഇനി അടുത്തത് തിയർ ഓഫ് ഇൻസൈറ്റ് ലേണിംഗ്, അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം കൊണ്ടുവന്നത് കോഹ്ലറാണ്. അതുപോലെ ഫീൽഡ് തിയറി കർട്ട് ലെവിനാണ്. ഓക്കെ, അതുപോലെ ട്രയൽ ആൻഡ് എറർ തിയറി തൊണ്ടേക്കിൻ്റെയാണ് കേട്ടോ. നമ്മളതൊക്കെ ഒരുപാട് ഞാൻ എക്സാമ്പിൾസിലൂടെ ഒക്കെ നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ട്രയൽ ആൻഡ് എറർ തിയറി, അതായത് തൊണ്ടയിൽ മുള്ളു കുടുങ്ങി, അപ്പോൾ നമ്മളത് പുറത്തെടുക്കാൻ വേണ്ടി കുറേ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യും. ഒരു ട്രയൽ നടത്തും, അത് ചിലപ്പോൾ സക്സസ് ആവില്ല, വീണ്ടും നമ്മൾ ട്രയൽ നടത്തും, അത് എററാകും. അപ്പോൾ അങ്ങനെ ട്രയൽ ആൻഡ് എറർ തിയറി കൊണ്ടുവന്നത് തൊണ്ടേക്കാണ്. അതുപോലെ നമ്മൾ ക്ലാസ് റൂമിൽ അപ്ലൈ ചെയ്യുന്നൊരു വാക്കാണ് സ്കഫോൾഡിങ്. ആസ് എ ടീച്ചർ, ആസ് എ മെൻറ്റർ, ആസ് എ സ്കഫോൾഡറൊക്കെ. അപ്പോൾ ഈ സ്കഫോൾഡിങ് എന്ന ടേം ആദ്യമായിട്ട് കൊണ്ടുവന്ന നമ്മളുടെ ബ്രൂണറാണ്. ഈ സ്കഫോൾഡിങ്, അതുപോലെ ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, അതൊക്കെ കൊണ്ടുവന്നത് ബ്രൂണറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക്